കുറച്ച് പേരാണ് ഇപ്പോൾ കണ്ട് പറഞ്ഞത്, ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. നമ്മുടെ ക്യാരക്ടർ വിജയിച്ചു, എല്ലാവരും അതിൽ അഭിനയിച്ചവരൊക്കെ നന്നായി ചെയ്തു എന്നാണ് ഇപ്പോൾ കുറച്ച് റിവ്യൂകളാണ് കിട്ടിയത്. സന്തോഷമുണ്ട്. ഇനി എന്തായാലും ഒരുപാട് തിയേറ്ററുകളിൽ ഇത് കുറേ ആളുകൾ പ്രേക്ഷകരെ കാണട്ടെ, സ്വീകരിക്കട്ടെ, ഇഷ്ടപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും ഉർവശി ചേച്ചിക്കൊപ്പം അവാർഡ് പങ്കിട്ടപ്പോൾ കേരളം മൊത്തം ചോദിച്ചിരുന്നു ആരാണ് ഈ ബീന ആർ ചന്ദ്രൻ. സിനിമ കണ്ടപ്പോൾ അതിന് ഉത്തരമായി എന്ന് പലരും പറഞ്ഞു. വളരെ സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം. എല്ലാവരും സിനിമ കാണണം, വിജയിപ്പിക്കണം. അതുപോലെ തന്നെ ഞങ്ങളെ ഡയറക്ഷനും വളരെ ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അഭിനയിക്കാൻ കഴിഞ്ഞത്. ടീച്ചർ ചെറുപ്പം മുതലേ അഭിനയം കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായത് വലിയൊരു സന്തോഷം. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് വിജയിപ്പിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന. മൂവി ഇമോഷൻസ് ആണ്, ഒരു എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ ഫീലിങ്സ് തന്നെയാണ് കൂടുതലായിട്ടും. എസ്പെഷ്യലി ഒരു സ്ത്രീയുടെ, ഗീത എന്ന് പറയുന്ന സ്ത്രീക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ അവരുടെ റിലേഷൻസ് ഭയങ്കര റിച്ചാണ്. അവരുടെ ചുറ്റും എപ്പോഴും ആളുകളുണ്ട്. പക്ഷേ അവരവരുടെ ഇമോഷൻസിൻ്റെ, അവരുടെ ഇഷ്ടങ്ങളുടെയോ എന്തിൻ്റെയൊക്കെയോ തടവറയിലാണ്. ഇപ്പോൾ ആ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോഴും നമുക്കറിയില്ല അവർക്ക് എന്താണ് ആഗ്രഹങ്ങൾ. കാരണം അവർ വളരെ മെക്കാനിക്കലിയാണ് അവർ ജീവിക്കുന്നത്. ഏറ്റവും ബ്യൂട്ടിഫുള്ളായി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവരെയും അറിയാം, എല്ലാവരുടെ ഇഷ്ടങ്ങൾ അറിയാം, എന്താണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനറിയാം. പക്ഷേ അവരെ ആരെങ്കിലും അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കൊരു പെയിനുണ്ട്, വല്ലാത്തൊരു പെയിനുണ്ട്. ബീന ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ, ഒരു വല്ലാത്ത സ്നേഹം. കാരണം ഇത്രയും ഭംഗിയായിട്ട് അവർ ആ കഥാപാത്രത്തെ നമുക്ക് ഫീൽ ചെയ്യിച്ചു എന്നുള്ളതിന് ഫാസിൽ ആൻഡ് ടീം എല്ലാവരോടും ഒരുപാട് സ്നേഹം. നമ്മുടെ ആദ്യ സിനിമയാണ്, അഭിനയിച്ച ആൾക്കാരാണെങ്കിലും വർക്ക് ചെയ്ത ആൾക്കാരുടെ ആദ്യ സിനിമയാണ്. അപ്പോൾ എല്ലാവരും കണ്ടവർക്ക് നല്ല അഭിപ്രായമുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. തടവ് കണ്ടിട്ട് ഇറങ്ങിയുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ തടവ് കണ്ടിട്ട് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. നമ്മുടെ ഫാസിൽ റസാഖ് എന്ന ഒരു ഡയറക്ടറിൻ്റെ ഒരു മാജിക് തന്നെ എന്ന് പറയാം. അതിൽ ഗീത എന്നൊരു ക്യാരക്ടർ ബീന ചേച്ചിയാണ് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ എല്ലാ ഇടത്തും സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് അതിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. റിയലായിട്ട് പറഞ്ഞാൽ നമ്മൾ നെഞ്ച് പിടച്ചിട്ട് ഇരിക്കുന്ന ഒരു സീനാണ്. അത്രയും നമുക്ക് ഫീൽ ആയിട്ട് ഉള്ള ഓരോ സീനും ഒരു സ്ത്രീക്ക് ഇത്രയൊക്കെ അനുഭവിക്കുന്നുണ്ടോയെന്ന് നമ്മൾ ഈ സമൂഹത്തിൽ നമുക്ക് ചിലപ്പോൾ പലയിടത്തും കാണുന്നുണ്ടാവും. പക്ഷെ അതെല്ലാം എടുത്ത് കാണിച്ച ഒരു ഡയറക്ടറും അതിനൊത്ത ചലനങ്ങൾ സംഭവിച്ച ഒരു ബീന എന്നൊരു ആക്ടർ, ഗീത എന്ന് പറഞ്ഞൊരു ടീച്ചറുടെ റോളാണ് അത് ചെയ്തത്. അത്രയും പെർഫെക്റ്റ്. ഇത് നമുക്ക് നെഞ്ചിലേറ്റാവുന്ന ഏറ്റവും വലിയ ഒരു സിനിമയാണ്. ഒരുപാട് കോടികൾ മുടക്കിയിട്ട് നമ്മൾ പടം അങ്ങനെ ഇങ്ങനെയായി പോകുന്നിടത്ത് ഇത് ഈ കൊച്ചു സിനിമയ്ക്ക് അതിൻ്റെ ഒരു വലിയൊരു വിജയം തന്നെയാണ്. അത്രയും പെർഫെക്റ്റാണ്. ആക്ടേഴ്സിനെ ഒന്നും പറയാനില്ല, എല്ലാവരും തകർത്ത് അഭിനയിച്ചൊരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ മസ്റ്റ് വാച്ചിങ്, കാണാതിരിക്കരുത്. അത്രയും പെർഫെക്റ്റാണ്. നമ്മുടെ കുടുംബത്തിലൊക്കെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ ഫ്രണ്ടാണെങ്കിലും ശരി, ഹസ്ബൻഡാണെങ്കിലും ശരി, അച്ഛനാണെങ്കിലും ശരി, അമ്മയാണെങ്കിലും ശരി, എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കണവരാവണം നമ്മുടെ ഫാമിലി. ഇത് അത്രയും പെർഫെക്റ്റാണ് കേട്ടോ. എനിക്ക് ഒരുപാട് സങ്കടം ഇതായിപ്പോയി. ഞാൻ അത്രയും ഇങ്ങോട്ട് ഫീൽ അടിച്ചു പോയി. ഞാൻ കൂട്ടുകാരോടൊക്കെ പറയുകയും ചെയ്തു, ഇതുമാതിരി ഒരു ക്യാരക്ടർ എടുത്തിട്ട് ആ ഗീത ചേച്ചി, ആ ബീന പറഞ്ഞ ഒരു ക്യാരക്ടർ ആ ഗീതയുടെ റോൾ എടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ മൂവിയാണ്. ഞാൻ ഓഡിയൻസ് അല്ല, പ്രൊഡ്യൂസറാണ്. അല്ല, ഞാനിതിൻ്റെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ എല്ലാവരും കാണണം. വളരെ നല്ല പടമാണ്. ഇതുപോലത്തെ പടങ്ങൾ ഇനിയും ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ തിയേറ്ററിൽ വരിക, കാണുക. എങ്കിലേ ഇതുപോലത്തെ പടങ്ങൾ ഇനിയും ഉണ്ടാകാറുള്ളൂ. നമസ്കാരം. അപ്പോൾ തടവ് സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. എന്താ പറയുക, ബീന ചേച്ചി ടീച്ചറാണല്ലേ, ചേച്ചി ചെയ്തിരിക്കുന്ന ആ വേഷം ഗംഭീരമായി പോയി. അവാർഡ് വരെ കിട്ടിയൊരു മൂവിയാണ്. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അമ്മമാരെ ഇനി മലയാള സിനിമ കിട്ടില്ല എന്നുള്ള പ്രതീക്ഷ വേണ്ട. ഒരമ്മ കഥാപാത്രം ചെയ്യാൻ ഇത്ര കഴിവായിട്ടൊരു ബീന മേഡം മലയാള സിനിമയ്ക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കോ പ്രൊഡ്യൂസറായ സാറ് കൂടെയുണ്ട്. നമസ്കാരം സാറേ. പടം ഗംഭീരമായി പോയിട്ടോ. താങ്ക് യു വെരി മച്ച്. നിറഞ്ഞു പോയി. അതെ ഇങ്ങനെ എല്ലാവരും വന്ന് കാണണമെന്ന് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. കാര്യം ഈ ഇവിടുത്തെ കേരളത്തിലെ പ്രേക്ഷകർ പ്രത്യേകിച്ചും നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. കുഞ്ഞു ചിത്രമാണെങ്കിലും ഗംഭീരമായി. അതെ അപ്പോൾ ഇങ്ങനത്തെ പടങ്ങൾ വീണ്ടും വരികയാണെങ്കിൽ വ്യത്യസ്തമായ പ്രമേയം, ഇതുപോലത്തെ ഒരു പ്രമേയം നിങ്ങൾ ഇതുവരെ കണ്ടു കാണത്തില്ല, ഇതുപോലത്തെ ഒരു ക്യാരക്ടർ നിങ്ങൾ ഇതുവരെ കണ്ടു കാണത്തില്ല. അപ്പോൾ അത് ഒന്ന് കാണണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ വരിക, ഒരു പാട്ട് ആവശ്യമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു പാട്ട് വന്നാൽ ഇച്ചിരി കൂടെ ഇതായി പോയത്. ആ ഫീൽ ചെയ്യണ സീനൊക്കെ ഒരു പാട്ട് രണ്ടുപേരെയാണെങ്കിലും
അതിൻ്റെ ഒരു അഭിപ്രായമാണ് പാട്ടും കൂടെ ഉണ്ടായിരുന്നത്. അതെ അതെ ബാക്കിയെല്ലാം ഗംഭീരമായി പോയിട്ടോ. കാരണം ഓരോ രംഗങ്ങളും നമ്മൾ മേല് പൂത്ത് കയറിയുള്ളൊരു ഫീലിങ്സ് ആയിരുന്നു. ആ ടീച്ചർമാരാണെങ്കിലും എല്ലാ പുതുമുഖ ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു. നല്ല ഡയറക്ഷൻ, നല്ല ക്യാമറ വർക്ക്, നല്ല BGM, അതുപോലെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണെങ്കിൽ നല്ല സപ്പോർട്ട്, നല്ല മൂവി. അപ്പോൾ എന്തായാലും എല്ലാവരും ആശംസയും, എല്ലാവരും തടവ് സിനിമ എല്ലാ തിയേറ്ററുകളും ഉണ്ട്, പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്, 30 തിയേറ്ററിലുണ്ട്. അറിഞ്ഞു തന്നെ പറയാം, തടവ് സിനിമ ഗംഭീരമാണ്. എന്തായാലും ബീന മാഡം അടിപൊളി, സൂപ്പർ.